ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. PVCU പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിലത്തെ ആദ്യത്തെ പടമായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതൊരു നല്ല പടമായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഈ PVCU ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന് ആശയമായിട്ട് കുറേ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ രട്ടത്തല എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ വിജയുടെ പടത്തിൽ നിന്ന് ലേബറിലായിട്ട് ഫോട്ടോ വന്നായിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ജെറ്റ് ആൻഡ് ജൂലിയറ്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം ജൂൺ 28 പുറത്തിറങ്ങും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ARR PD6 എന്നുവെച്ചാൽ AR റഹ്മാനും പ്രഭുദേവും കൂടിയിട്ട് വന്നിരിക്കുന്ന 6ാമത്തെ പടം. ആ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ സീസൺ 3 വരാൻ പോവുകയാണ് May 28. ആമസോൺ പ്രൈമിലാണ് വരുന്നത്. പിന്നെ ആവേശം എന്ന് പറഞ്ഞ പടം 25 ദിവസം തിയേറ്ററിൽ ഓടിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും പടം 136 കോടിയിലും മുകളിലേക്ക് നേടിയിട്ടുണ്ട് കളക്ഷൻ. പിന്നെ ഇപ്പോൾ പടം 4ാമത്തെ വീക്കായിട്ടും 325 കൂടുതൽ സ്ക്രീനിൽ കളിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞ കവിൻ്റെ പടത്തിൽ മൊത്തം 10 ട്രാക്സാണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ജോക്ക് ബോക്സ് എന്നുള്ള രീതിയിൽ അതിൽ വന്നിട്ടുള്ള പാട്ടുകൾ 10 പിന്നെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായിട്ടുണ്ട്. പിന്നെ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ മാർവൽ സ്റ്റുഡിയോസിൽ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആളുടെ പടം വരുന്നുണ്ട്. അപ്പോൾ ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് നല്ല രീതിയിൽ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 The Rule എന്ന് പറഞ്ഞ പടത്തിലത്തെ പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 1 million+ ലൈക്സോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിലത്തെ വരികൾക്കൊക്കെ കുറേ ട്രോള് കിട്ടിയിട്ടുണ്ട്, പക്ഷെ പാട്ട് എന്തായാലും ഹിറ്റായി. ഇന്ത്യാസ് മോസ്റ്റ് വ്യൂഡ് ലിറിക്കൽ സോങ് ആയിട്ട് മാറിയിട്ടുണ്ട് 24 മണിക്കൂറിനുള്ളിൽ. പക്ഷെ 6 ലാംഗ്വേജും കൂട്ടിയിട്ടാണ് 40 million+ വ്യൂസ് ആയിട്ടുള്ളത്. എന്തായാലും 1.27 million+ ലൈക്സും ആയിട്ടുണ്ട്. അത് റെക്കോർഡാണ്, പക്ഷേ സിംഗിൾ ലാംഗ്വേജിലല്ല. പിന്നെ പെട്ടെന്ന് 50 million+ വ്യൂസ് ആവുന്ന പാട്ടായിട്ടും മാറിയിട്ടുണ്ട്. അതും 6 ലാംഗ്വേജ് കൂട്ടിയിട്ട് തന്നെയാണ്. പിന്നെ 100K+ റീൽസും ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടത്തിന് മിക്സഡ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഫസ്റ്റ് ഡേയിൽ 2.53 CR കിട്ടിയിട്ടുള്ളത്. 2.53 കോടിയാണ് ഫസ്റ്റ് സീസൺ കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന്. പിന്നെ പടത്തിന് 100ലും കൂടുതൽ എക്സ്ട്രാ നൈറ്റ് ഷോസൊക്കെ 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസമൊക്കെ ഇട്ടായിരുന്നു. എന്തായാലും 2 ദിവസം കൊണ്ട് 8.26 കോടി മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പടത്തിലത്തെ സലീം കുമാറിൻ്റെ പേര് ഹംസക്ക എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ പേര് സജിൻ ബാബു എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവർ പടത്തിൽ പറയുന്ന ഡയലോഗ് തന്നെ താഴത്ത് എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലത്തെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ടോവിനോ തോമസിൻ്റെ നടികർ എന്ന് പറഞ്ഞ പടം May 3 ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് കൂടുതൽ നെഗറ്റീവ് റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടീസർ വേറെ രീതിയിലും പടം വേറെ രീതിയിലാണ് കാണിച്ചത് എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ പടത്തിന് വിജയിക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. കാരണം 40 കോടിയൊക്കെയാണ് ഇതിൻ്റെ ബഡ്ജറ്റായി പറഞ്ഞ് കേൾക്കുന്നത്. പിന്നെ ലിറ്റിൽ ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനിക അഭിനയിക്കുന്ന പടം ജൂൺ 7 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫിലിമിൻ്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇത് നെൽസൺ ദിലീപ് കുമാറിൻ്റെ ആണ്. അപ്പോൾ ആ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ബ്ലഡി ബഗർ എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കവിനാണ് അഭിനയിക്കുന്നത്. എന്തായാലും പടം എടുക്കുന്നത് ശിവപാലൻ മുത്തുകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കൊലമാവ് കോകിലയിലൊക്കെ നെൽസൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ആളാണ്. പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത പടത്തിൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും May 6 5 മണിക്ക് പുറത്തുവിടുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം കുറിച്ച തീയതിക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ടർബോ എന്ന് പറഞ്ഞ പടം May 23 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഈ പടം ഡേറ്റ് മാറ്റും എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, May 16 പടം പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ UK തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് സരിഗമയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി മാറ്റി വെക്കുന്ന സംശയം ഉണ്ടായിരുന്ന പടമാണ് മന്ദാകിനി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം May 24 പുറത്തിറങ്ങുന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഖാലിദ് റഹ്മാൻ്റെ അടുത്ത പടം, ആ പടം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നമാതിരി നെസ്ലിനും അതേമാതിരി ഗണപതി, അനക രവി, ലുക്മാനി ഇവരൊക്കെ അഭിനയിക്കുന്ന പടം തന്നെയാണ്. അതിൽ DOP ചെയ്യുന്നത് ജിംഷി ഖാലിദാണ്. എഡിറ്റർ നിഷാദ് യൂസഫാണ്. മ്യൂസിക് എന്ന് വിഷ്ണു വിജയാണ്. സ്പോർട്സ് കോമഡി ഫിലിമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ ബി മോഷൻ പിക്ചേഴ്സാണ് പടം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൂജാ ബോർഡ് വന്നിട്ടുണ്ട്. അതേമാതിരി ഇവരൊക്കെ വിളക്ക് തീ കൊടുക്കണ ഒക്കെ ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ദിലീപിൻ്റെ 150ാമത്തെ പടത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടം ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുബൈര എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിൻ്റെ 51ാമത്തെ പടം, ആ പടത്തിലത്തെ നാഗാർജുനയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. നല്ലൊരു പോസ്റ്ററായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഗിർ എന്ന് പറഞ്ഞിട്ടുള്ള പടം കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറും കൂടെ ഒക്കെ അഭിനയിക്കുന്ന പടമാണ്. അതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ ടീസർ ഒരു സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് മാതിരിയാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും രസമായിട്ടാണ് തോന്നിയത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ പടത്തിൻ്റെ പൂജ May 3 നടക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജേണി ബിഗിൻസ് May 3 എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ പൂജ നടക്കുമ്പോഴുള്ള ക്ലാപ്പ് ബോർഡിൻ്റെ ഫോട്ടോ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിമുന്തനും അതേമാതിരി അനിഫത്തേനും കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം വേൾഡ് വൈഡ് ആയിട്ട് 241.1 കോടി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നാളെയാണ് OTT റിലീസ് ആവുന്നത്. ഏകദേശം അതിൻ്റെ ഓട്ടമൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഹരിഹര വീരമല്ലു പാർട്ട് 1 സോഡ് vs സ്പിരിറ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ടീസർ രസമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇനി പ്രശാന്ത് നീലിൻ്റെ അടുത്ത വരാൻ പോകുന്ന 2 പടങ്ങളാണ് സെലാറിൻ്റെ പാർട്ട് 2 ശൗര്യാംഗ്യ പർവ്വം എന്ന് പറഞ്ഞിട്ടുള്ളതും അതേമാതിരി ജൂനിയർ NTRനെ വെച്ചിട്ടുള്ള ഒരു പടം. NTR നീൽ എന്നാണ് പറഞ്ഞിരുന്നത്. ആ പടം സെലാർ 2ൻ്റെ മുന്നായിട്ട് തുടങ്ങും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ സെലാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ മെയ് ലാസ്റ്റിലൊക്കെ ആകുമ്പോൾ ഷൂട്ട് തുടങ്ങും എന്നുള്ള രീതിയിൽ. എന്താണ് അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല, എന്തായാലും പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുക്കുന്ന കമൽഹാസൻ്റെ പടം. ആ പടം ജൂണിൽ റിലീസാവും എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് ജൂണിൽ നിന്ന് റിലീസ് ഡേറ്റ് മാറ്റി എന്നുള്ള രീതിയിലാണ്. എന്നുവെച്ചാൽ ജൂണിൽ ജൂലൈക്ക് ആക്കി എന്നുള്ള രീതിയിലാണ്. അത് ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല, പക്ഷേ റൂമറായിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്ന് തൃശ്ശയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വിശ്വംഭര എന്ന് പറഞ്ഞിട്ടുള്ള ചിരഞ്ജീവിയുടെ പടത്തിൽ നിന്ന് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ തൃശ്ശയുടെ തിയേറ്ററിൽ പോളിക്കൊണ്ടിരിക്കുന്ന പടമാണ് ഗില്ലി. റിലീസ് ചെയ്താണ്. ആ പടം ഇറങ്ങിയ സമയത്ത് 55 കോടിയായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് 2004. ഇപ്പോൾ 2024 റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 30 കോടിയോളം കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ പടം 100 കോടി അടിക്കാൻ പോവുകയാണ്, രണ്ടും കൂട്ടിയിട്ട്. അടിക്കുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അടിക്കട്ടെ. പിന്നെ ബാഹുബലിയുടെ 3ാം ഭാഗം വരും എന്നുള്ള കുറേ മുന്നേ തന്നെ കേട്ടിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ബാഹുബലി ദ ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അനിമേഷൻ സീരീസ് ആയിട്ടാണ് പുറത്തുവിടുന്നത് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ. മെയ് 17-ാം തീയതി 16-ാം തീയതി ആയിട്ടാണ് റിലീസാവുക. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ പടങ്ങളിൽ ഇനി അടുത്ത് ഇറങ്ങാൻ പോണേൽ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് എൽ2 എമ്പുരാൻ. പൃഥ്വിരാജ് എടുക്കുന്ന പടം ലൂസിഫറിൻ്റെ 2ാം ഭാഗം. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് മെയ് 21-ാം തീയതി പുറത്തിറങ്ങും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്, മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിട്ട്. എന്തായാലും പടം 2025 മാർച്ച് 27-ാം തീയതി പുറത്തിറക്കാനാണ് തീരുമാനിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഒരു ഫാൻമേഡ് പോസ്റ്ററാണ്, ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. കുറച്ച് മുന്നേ വന്നാണ്, എന്തായാലും ഇപ്പോഴാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നിസാം ബഷീർ എടുത്തിട്ട് റോഷാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറക്കിയിരുന്നു മമ്മൂട്ടിയുടെ. ആ പടത്തിൻ്റെ സെയിം ടീം ഒന്നിക്കാൻ പോവുകയാണ് വേറെ പടത്തിനായിട്ട്. സമീർ അബ്ദുലാണ് ഈ പടത്തിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. നിസാം ബഷീറാണ് ഈ പടം എടുക്കുന്നതും. എന്തായാലും ഈ പടത്തിൽ ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂട് ധ്യാൻ ശ്രീനിവാസൻ ഈ 3 ആൾക്കാരാണ് മെയിനായിട്ട് കഥാപാത്രങ്ങളായി എത്തുന്നത്. അപ്പോൾ 3ാമത്തെ നിസാം ബഷീറിൻ്റെ പടമാണിത്. ഫസ്റ്റത്തെ കെട്ടികളാണ് എൻ്റെ മലക എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു. 2ാമത്തെ റോഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു. രണ്ടും 2 ജേണർ തന്നെയായിരുന്നു. ഇതെന്തായാലും നന്നാവുന്ന തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ സിദ്ധാർത്ഥ് ആനന്ദ് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്, ക്രിഷ് 4 ഇപ്പോൾ ഓണായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ ഈ മാർഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി ഈ സിദ്ധാർത്ഥ് ആനന്ദിൻ്റെയാണ്. അതിലത്തെ ഫസ്റ്റ് പടമാണ് ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതിന് ശേഷം ഇനി കിങ് എന്ന് പറഞ്ഞിട്ടൊരു പടം വരാൻ പോകുന്നുണ്ട്, ഷാരൂഖ് ഖാൻ വെച്ചിട്ട് ഡോൺ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ജുവൽ തീഫ് എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് സെയ്ഫ് അലി ഖാനും ജയ്ദീപ് അഹ്ലാവത്തൊക്കെയാണ് അഭിനയിക്കുന്നത്. അതൊരു ഹൈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ റാംബോ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അതിൽ ടൈഗർ ഷറഫാണ് നായകനായി എത്തുന്നത്. അത് 4ാമത്തെ പടം. അത് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പടമായിരിക്കും ഈ ക്രിഷ് 4 എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പറഞ്ഞു കേൾക്കില്ല ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അജിത് നായകനാവുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതിൻ്റെ ഷൂട്ടിങ് ഹൈദരാബാദിൽ വെച്ചിട്ട് മെയ് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. അതിക്ക് രവിചന്ദ്രനാണ് പടം എടുക്കുന്നത്. എന്നുവെച്ചാൽ ലാസ്റ്റ് എടുത്ത പടം മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു. കുഴപ്പമില്ലാത്ത രസമുള്ള ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത് എനിക്ക് പേഴ്സണലി. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല പടം തന്നെയാവുമെന്ന് പ്രതീക്ഷിക്കാം. അജിത് കുമാർ ഇതിലും ട്രിപ്പിൾ റോളായിട്ട് എത്തണമെന്നൊക്കെ കേട്ടിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ജർമ്മനിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളടത്ത് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ ഇങ്ങനെ ഓരോന്ന് അറിയിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും UK 175 ലൊക്കേഷൻസിൽ ഓൾറെഡി ലോക്കായിട്ടുണ്ട് പടം. എന്നുവെച്ചാൽ വലിയ റിലീസ് തന്നെയാണ് അവിടെ നടത്താൻ പോകുന്നത്. പിന്നെ ഈ കേരളത്തിൽ വലിയ തിയേറ്ററുകളിലൊക്കെ ഈ പടം കളിക്കാൻ പോകുന്നുണ്ട്. കാലിക്കറ്റിലെ അപ്സര, തൃശ്ശൂരിൽ രാഘവം, കോട്ടയത്തിലെ അഭിലാഷ്, ട്രിവാൻഡ്രം ഏരിയസ് ഫ്ലക്സ്, പാരിപ്പള്ളിയിൽ രേവതി. സ്ക്രീൻ 1 ആണ് ഈ 2 ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 2. പിന്നെ ജർമ്മനി, സ്വീഡൻ, നോർവേ, സ്വെച്ച്, സ്ലോവാക്യ, സ്ലോവന്യ, ക്രൊയേഷ്യ, ഓസ്ട്രിയ, പോർച്ചുഗൽ ഈ സ്ഥലത്തൊക്കെ ലോക്ക എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ടർബോ പുറത്തിറക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഒരു ഫോട്ടോ നേരും മമ്മൂട്ടിയും വൈശാഖും കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ക്രിസ്റ്റോ സേവർ എടുത്തിട്ടുള്ളതാണ്. പിന്നെ പടത്തിൻ്റെ ഒരു ഫാൻമെയിൽ പോസ്റ്റർ നേരുന്നു മമ്മൂട്ടിയും രാജ്ബി ഷെട്ടിയും സുനിലൊക്കെ കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ. കുറേ മുന്നേ വന്നതാണ്, അപ്പോൾ ഞാൻ കാണിക്കേണ്ട. എന്തായാലും ഈ പടത്തിൽ മമ്മൂട്ടിയുടെ പേര് ജോസ് എന്നുള്ളതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി
രാജ്ബി ഷെട്ടിയുടെ പേര് വെട്രിവൽ ഷൺമുഖം എന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സുനിലിൻ്റെ പേര് ഓട്ടോ ബില്ല എന്നായിരിക്കും എന്നാണ് കേൾക്കുന്നത്. പിന്നെ ശബരീഷ് വർമ്മയുടെ പേര് ജെറി എന്നായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് ഇന്ദുലേഖ എന്നായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കബീർ ഡി സിംഗ് ആളുടെ പേര് വിൻസെൻ്റ് എന്നായിരിക്കും. ബിന്ദു പണിക്കറിൻ്റെ പേര് റോസാക്കുട്ടി എന്നായിരിക്കും. പിന്നെ ദിലീഷ് പോത്തൻ്റെ പേര് ആൻഡ്രൂ എന്നുള്ളതാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ജോണി ആൻ്റണിൻ്റെ പേര് വക്കച്ചൻ എന്നുള്ളതാണ്. പിന്നെ ആമിന നിജത്തിൻ്റെ പേര് നിരഞ്ജന എന്നുള്ളതാണെന്നും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റോസേവർ ഈ തിയേറ്റർ കത്തിക്കുന്നാണ് തോന്നുന്നത്. കുറേ ഫോട്ടോസൊക്കെ ക്രിസ്റ്റോസേവറിൻ്റെ മാത്രമായിട്ടൊക്കെ വരുന്നുണ്ട്. ഒക്കെ ഇതിൻ്റെ വർക്കിലായിരിക്കും എന്തായാലും. പിന്നെ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങില്ല, പകരം ട്രെയിലറായിരിക്കും നേരെ പുറത്തിറക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ഞായറാഴ്ച വരും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. ഇനിയിപ്പോൾ അതല്ല 10-ാം തീയതി ഒക്കെ ആയിട്ട് വരും എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും 2 മിനിറ്റും 35 സെക്കൻഡായിരിക്കും ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ട്രെയിലർ കട്ടിൻ്റെ ഒരു ഫോട്ടോ പുറത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നൊരു വീഡിയോ പുറത്തിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ മ്യൂസിക് ശരിയാക്കണതിൻ്റെ ഒരു വീഡിയോ മാതിരിയാണ് പുറത്തിട്ടിട്ടുള്ളത്. ജോസ് ഫാമിലി തീം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ കാണിച്ചിട്ട് പിന്നെ ക്രിസ്റ്റോസേവറിനെ കാണിക്കുന്നുണ്ട്. അതേമാതിരി വൈശാഖിനും മമ്മൂട്ടിനൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഗംഭീര വർക്ക് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഫാൻ ഷോസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് 8:30 കേട്ടായിരുന്നു. പക്ഷേ കേരളത്തിലത്തെ ഷോ ഒക്കെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഒരു സിനോപ്സിസ് എന്നുള്ള രീതിയിൽ എന്താ പുറത്തു വന്നതെന്ന് വെച്ചാൽ മമ്മൂട്ടി ഇതിലൊരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആളൊരു ഇടുക്കിക്കാരനാണ്. അപ്പോൾ എന്തൊരു ഇഷ്യൂ ഉണ്ടായ കാരണം ചെന്നൈയിലേക്ക് ആൾ ഷിഫ്റ്റ് ആവുന്നു. അതിന് ശേഷം അവിടെ വെച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുന്നു. അതിൽ രാജ്ബി ഷെട്ടിയുടെ ഗാങ്ങിനൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നം വരുന്നു. അതാണ് ഒരു ചെറിയ കഥ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി എന്താവുന്നുള്ള കണ്ടന്റ് അറിയണം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.